എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ സലാലയുടെ രണ്ടാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ തൊട്ടടുത്തുള്ള, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ലുലു ആണത്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം നമ്മൾ കാണിച്ചു തരാം. പോണ വഴിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ എന്നുള്ളത്, കാഴ്ചകളും കാര്യങ്ങളും. ഓക്കെ, നമ്മളിവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സലാലയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്, ഇഫ്താൽകോട്ട് വ്യൂ പോയിന്റ്. അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടേക്ക് ഇറങ്ങി അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇത് ഓഫ് റോഡാണ്, അതുകൊണ്ട് തന്നെ SUV ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. എന്താ വ്യൂ അല്ലേ? സലാലയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും വ്യൂ ആണ്. ഇനി അങ്ങോട്ട് പോകുന്നത് ഫുള്ള് പച്ചപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. കോടൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല അടിപൊളി പ്ലേസിലോട്ട്. നമ്മുടെ നാട്ടില് പശുക്കളൊക്കെ മേഞ്ഞ് നടക്കണ പോലെയാണ് ഇവിടെ ഒട്ടകങ്ങൾ മേഞ്ഞ് നടക്കുന്നത്. നിറച്ച ഒട്ടകങ്ങളാണ് റോട്ടിലായിട്ടും അതുപോലെ മൗണ്ടെയിൻസിലൊക്കെ കാണാൻ പറ്റുന്നത്. ഒട്ടകങ്ങളെ കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം എനിക്ക് ഇവിടെ വന്നപ്പോൾ മാറിക്കിട്ടി. അത്ര ഒട്ടകങ്ങളെ ഞാൻ കണ്ടു. പിന്നെ അവരെ പാനിക് ആക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വണ്ടി ഓടിക്കുക. കാരണം അവർ ചിലപ്പോൾ പാനിക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വണ്ടിയിലൊക്കെ ഒന്ന് തട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കുക. നമ്മുടെ ഈ പ്ലേസിൽ നിന്ന് ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ഈ ഒരു ഇഫ്താൽകോട്ട് വ്യൂ പോയിന്റിലോട്ട് വരുന്നത്. കുറച്ചൊക്കെ റോഡാണ്, അത് കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ്, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് SUV ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഓഫ് റോഡ് മൗണ്ടൈൻ്റെ മേളിലേക്ക് കയറ്റിയിരിക്കുകയാണ് നമ്മുടെ വണ്ടി അല്ലേ. എവിടെയാണ് പൊന്ന്? എവിടെയാ? ഇതെന്താ? വാട്ട് ഈസ് ദാറ്റ്? കണ്ണെത്താ ദൂരം കടല്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ബ്യൂട്ടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി വ്യൂ പോയിന്റ് ആണിത്. സിനി ശ്രുതിനും അവിടെ റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നു. നമ്മള് മുകളിലേക്ക് പോവാണ്. എന്താ അടിപൊളി വ്യൂ ആണ് ഇവിടെ. അടിപൊളിയല്ലേ? ഇവിടെ വരെ വന്നിട്ട് ഇതിന്റെ മുകളിലൊക്കെ കയറിയില്ലെങ്കിൽ പിന്നെ എന്തല്ലേ
ആ അത് നോക്കാം നമുക്ക്. അടിപൊളി സൂപ്പർ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ലടാ. അടിപൊളി അടിപൊളി. ആ അറ്റത്തേക്ക് കാണുന്നില്ലല്ലേ സി. യെസ്, ഇത് അടിപൊളിയായിട്ട് കയറി പോകുന്നു സിമ്പിളായിട്ട്. ഉയ്യോ എന്താ ഇപ്പം ഇറങ്ങാനാ കുറച്ച് പണിട്ടാ. കയറാൻ ഈസിയാണ്, പക്ഷെ ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ കുറച്ച് പണി. എൻ്റെ അമ്മ, ഇത് ഒരു പ്രാവശ്യം കയറുകയാണെങ്കിൽ എല്ലാ ഫാറ്റും നമ്മളേറ്റവും ടോപ്പിൽ എത്തി. അടിപൊളിയല്ലേ. അപ്പുറ സൈഡിൽ എന്താണാവോ. പക്ഷെ എന്താ അവിടെ ഫുൾ ഫോഗ്. ഇവിടെയാണ് ശരിക്കും തണുത്ത കാറ്റ്. ഫുൾ ഫോഗാണ്. അയ്യോ നമ്മൾ ഏറ്റവും ടോപ്പിലാ. അയ്യോ ഏറ്റവും ടോപ്പിലാണ്ടാ എൻ്റെ അയ്യോ വാട്ടർ നോക്കി. ഓടാൻ നോക്കി. അങ്ങനെ ഇഫ്താൽകോട്ട് വ്യൂ പോയിന്റ് പോയി. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോയി നോക്കണം കേട്ടോ. അടിപൊളി പ്ലേസ് ആണ്. ഞങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് പോയില്ല, കാരണം മുകളിലുള്ളതുകൊണ്ട് നമ്മൾ അത്രയും ടോപ്പിലോട്ട് പോയില്ല. അവർ രണ്ടുപേരാണ് പോയത്. പക്ഷെ അവർ പറഞ്ഞു അടിപൊളി സൂപ്പറാണെന്ന്. പക്ഷെ നമ്മൾ താഴെ നിന്ന് തന്നെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അടുത്ത പ്ലേസിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ 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 എവ്രിവൺ. താഴെ കാണുന്ന അവിടെ നിന്ന് കയറി വന്നല്ലേ.